ഓക്കെ. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ഇതിൻ്റെ എന്താ പറയുക ഡയമെൻഷൻ എന്താണെന്നുള്ളത് നോക്കാം. ഡയമെൻഷൻ എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ആദ്യം സ്പാൻ എന്താണെന്നും അതുപോലെ തന്നെ ലീനിയർ ഇൻഡിപെൻഡൻസ് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സ്പാൻ ചെയ്യുകയും ലീനിയർ ഇൻഡിപെൻഡൻ്റ് ആവുകയും വി എന്ന് പറയുന്ന ഒരു വെക്റ്റർ സ്പേസിലുള്ള ഒരു സെറ്റ് എസ് ബേസിസ് ആവാനുള്ള രണ്ട് കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞു. ഒന്ന് എസ് സ്പാൻസ് വി, രണ്ടാമത്തത് എസ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ആ രണ്ട് കണ്ടീഷൻ പറഞ്ഞു. പിന്നെ ഡയമെൻഷൻ എന്താണെന്നുള്ളൊരു ഡെഫിനേഷൻ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഡയമെൻഷൻ ഒന്നുകൂടി പറയാം. ഇഫ് എ വെക്റ്റർ സ്പേസ് വി ഈസ് എ ബേസിസ് കണ്ടെയ്നിങ് ഓഫ് n vectors, then the number of n is the dimension of v. അപ്പോൾ അതായത് ഏത് ബേസിസിലും ഉള്ള നമ്പർ ഓഫ് എലമെൻസിനെയാണ് നമ്മൾ ഡയമെൻഷൻ എന്ന് പറയാം. ഏത് ബേസിസിലും സെയിം നമ്പർ ആയിരിക്കും. നമ്മൾ രണ്ട് ഡിഫറെൻറ്റ് ബേസിസ് എടുക്കുകയാണെങ്കിൽ രണ്ട് ഡിഫറെൻറ്റ് ബേസിസിലും ഒരേ നമ്പർ തന്നെ ആയിരിക്കും. ഇപ്പോൾ R³ ഒരു ബേസിസിൽ 3 വെക്ടർ ആണെങ്കിൽ അടുത്ത ബേസിസിലും 3 വെക്ടർ തന്നെ ആയിരിക്കും. വേറെ തരത്തിൽ 4 വെക്ടറുള്ള ഒരു ബേസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അതുമാതിരി തന്നെ ഒരു വെക്ടറുള്ള ഒരു ബേസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. രണ്ടായാലും സെയിം തന്നെ ആയിരിക്കും. ഇപ്പോൾ R³ 3 വെക്ടറുള്ള ബേസേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 3 എന്നുള്ള നമ്പറാണ് ഡയമെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ആണ് അടുത്തത് പറഞ്ഞിരിക്കുന്നത്. ദി ഡയമെൻഷൻ ഓഫ് R³ ദി ഡയമെൻഷൻ ഓഫ് R⁻n എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, n ആണ്. അതായത് ഡയമെൻഷൻ ഓഫ് R³ എന്ന് പറയുന്നത് 3. ഡയമെൻഷൻ ഓഫ് R നമുക്കറിയാലോ, 3D സ്പേസ് എന്ന് നമ്മൾ പറയില്ലേ R³ അതുമാതിരി തന്നെ ഡയമെൻഷൻ ഓഫ് R² എന്ന് പറയുന്നത് നമുക്കറിയാം =2 എക്സെട്ര. ഓക്കെ. അതുമാതിരി തന്നെ ഡയമെൻഷൻ ഓഫ് Pn നമുക്ക് ആവശ്യമില്ല കേട്ടോ. പോളിനോമിയലിൻ്റെ സെറ്റിൻ്റെയാണ് അത് നമുക്ക് ആവശ്യമില്ല. ഇത് മതി നമുക്ക്. ദ ഡയമെൻഷൻ ഓഫ് Mn, അതായത് എന്താണ് മെട്രിക്സ് M/n മെട്രിക്സിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് Mn ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കിയാൽ അറിയാം, നമുക്കൊരു ഇതെന്താണ് XY Z W ഇങ്ങനെ ആയിരിക്കും നമുക്ക് ഒരു മെട്രിക്സ് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു നമ്മൾ എന്താണ് 4 ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് വേരി ചെയ്യാൻ പറ്റും. എക്സും വൈയും സെഡും ഡബ്ല്യു നമുക്ക് ഇഷ്ടമുള്ള നമ്പറുകൾ ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഡയമെൻഷൻ എന്നുള്ളത് എന്തായിരിക്കും, 4 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇപ്പോൾ ഈ ഒരു കേസിൽ M22ൻ്റെ ഒരു ബേസ് എടുക്കുകയാണ് ചെയ്ത് നമുക്കിങ്ങനെ പറയാൻ പറ്റും. ഒന്ന് സെറ്റ് 1 0 0 0, രണ്ടാമത്തത് 0 1 0 0, അടുത്തത് 0 0 1 0, അടുത്തത് 0 0 0 1. അങ്ങനെ 4 എഴുതാൻ പറ്റും. അതുമാതിരി തന്നെ ഈ R³ ബേസിസ് ഒരെണ്ണം എടുക്കുകയാണെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ എഴുതാൻ പറ്റും 0 0 1, പിന്നെ അടുത്തത് 0 1 0, അടുത്തത് 0 1 0 0. ഓക്കെ. ഇത് R³ ഒരു ബേസിസാണ്. R³ R³ ഒരു ബേസിസാണ്. ഇത് M22ൻ്റെ ബേസിസാണ് ഈ കാണുന്നത്. ഓക്കെ. അപ്പോൾ ബേസ് നമുക്ക് എഴുതുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു, കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ. ഇനി നമുക്ക് അടുത്തത് ഈ ഡയമെൻഷൻ എന്ന് പറയുന്നത് ബേസിസിലെ എലമെൻസിൻ്റെ എണ്ണമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനെ കൊണ്ട് രണ്ട് ഉപയോഗങ്ങളുണ്ട്. ഒന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ അടുത്ത തിയറം അതാണ് പറയുന്നത്. ലെറ്റ് V ബി എ വെക്റ്റർ സ്പേസ് ആൻഡ് ഡയമെൻഷൻ = n, then the following holds. ഈ രണ്ട് കണ്ടീഷനും ചെയ്യും. ഒന്നാമത്തെ കണ്ടീഷൻ എന്നുള്ള S ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് NV കണ്ടെയ്നിങ് n വെക്റ്റേഴ്സ്, ദെൻ S ഈസ് ബേസിസ് ഓഫ് V. അതായത് S എന്നുള്ളത് നമുക്കിപ്പോൾ R³ 3 ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്റ്റേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ അത് ബേസിസ് ആയിരിക്കും. ഓക്കെ. അതായത് R³ ഏതെങ്കിലും 3 ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്റ്റേഴ്സ് എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്കതൊരു ബേസിസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ R³ ഒരു ബേസിസ് എന്ന് പറയുന്നത് നമുക്കറിയാം. ഇപ്പോൾ 2 0 0 ഒരു വെക്റ്റർ, 0 2 0 0 0 2, ഇതൊരു 3 വെക്റ്റേഴ്സ് ഉണ്ട്. 3 എണ്ണം നമുക്കറിയാം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് എന്തായിരിക്കും, ഇത് R³ ഒരു ബേസിസ് ആയിരിക്കും. നമുക്ക് വേറെ ബേസിസ് ഉണ്ടാക്കാം. ഇപ്പോൾ 1 1 0 0 0 1 1, അടുത്തത് 1 0 1. ഇത് 3 വെക്റ്റേഴ്സ് ഉണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്താൽ അറിയാം ഇതും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ ഇതും R³ ബേസിസാണ്. അപ്പോൾ നമുക്ക് ഇത്രേ ആവശ്യമുള്ളൂ. 3 ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്റ്റേഴ്സ് R³ ഉണ്ടെങ്കിൽ അതൊരു ബേസിസാണ്. അപ്പോൾ ബേസ് ആണോന്ന് ഒരു സെറ്റ് തന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്യാനുണ്ടെങ്കിൽ ഇത്രയും നമുക്ക് നോക്കേണ്ടുള്ളൂ. അപ്പോൾ അതിൽ 3 വെക്റ്റേഴ്സ് ഉണ്ടോ നോക്കാം. R³ ബേസ് നമുക്ക് R³ ഡയമെൻഷൻ നമുക്കറിയാം 3 ആണ്. അപ്പോൾ അതിൽ 3 വെക്റ്റേഴ്സ് ഉണ്ടോ നോക്കാം. രണ്ടാമത് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒന്നാമത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ നോക്കാം. നേരത്തെ ചെയ്തിരുന്നത് എന്താണ്, ആദ്യം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് ചോദിക്കുക, പിന്നെ സ്പാൻ ചെയ്യുന്നുണ്ടോ നോക്കിയിരുന്നു. ഓക്കെ. ഇതിൽ നമ്മൾ സ്പാൻ ചെയ്യുന്നുണ്ടോ നോക്കേണ്ട കാര്യമില്ല. ഇതിലെന്ത് ചെയ്താൽ മതി, അതിൽ
3 വെക്റ്റേഴ്സ് ഉണ്ടോ, ഡയമെൻഷൻ്റെ അത്രയും വെക്റ്റേഴ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. അതേമാതിരി രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത് അതിൻ്റെ നേരെ തിരിച്ചാണ്. എന്താണ്? എസ്സിൽ നമുക്കൊരു വെക്റ്റർ സ്പേസിൽ 3 വെക്റ്റേഴ്സ് കിട്ടി. ആ 3 എണ്ണം കൂടിയും ആ വെക്റ്റർ സ്പേസിനെ സ്പാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ആർ ക്യൂബിനെ സ്പാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ലീനിയർലി ഇൻഡിപെൻഡൻസ് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. അത് എന്തായിരിക്കും? ഒരു ബേസിസ് ആയിരിക്കും. അപ്പോൾ അതായത് നമുക്ക് ബേസിസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമുക്ക് 2 കണ്ടീഷനും ചെക്ക് ചെയ്യേണ്ടിയിരുന്നു. ആദ്യം ഒന്ന് എന്തായിരുന്നു? എസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടിയിരുന്നു. രണ്ടാമത് എസ് സ്പാൻസ് വി. ഇതിൽ നമുക്ക് എസ്സിലുള്ള എലമെൻസിൻ്റെ എണ്ണം ഡയമെൻഷൻ്റെ ആ സെറ്റിൻ്റെ ഡയമെൻഷൻ്റെ എണ്ണമാണെങ്കിൽ നമുക്ക് പിന്നെ ഇതിലത്തെ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്താൽ മതി. ഒന്നുമില്ലെങ്കിൽ അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ അത് സ്പാൻ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നമ്മളൊരു പ്രോബ്ലം ആ രീതി ചെയ്യുകയാണെങ്കിൽ, എക്സാമ്പിൾ ചെക്ക് വെദർ സെറ്റ്, നമുക്കൊരു സെറ്റ് എടുക്കുകയാണ്. 1 0 1 0 1 1 1 1 0 forms a basis for R cube. അപ്പോൾ നമുക്ക് എസ്സിലെ എലമെൻസിൻ്റെ എണ്ണം അറിയാം. എസ്സിൽ 3 എലമെൻസാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ മാതിരി എന്താണ്, ആർ ക്യൂബിൻ്റെ ഡയമെൻഷൻ എന്നുള്ളതും 3 ആണ്. അത് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്താൽ മതി? ഒന്നുമില്ലെങ്കിൽ ലീനിയർ ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് സ്പാൻ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ടു ചെക്ക് എസ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് നമ്മളിവിടെ പേജ് ആഡ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് ആഫ്റ്റർ കൊടുക്കണം, ബിഫോർ അല്ല. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് ഇതിൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് ചെയ്യേണ്ട ലെറ്റ് എ ഇൻറ്റു AV1 പ്ലസ് BV2, അല്ലെങ്കിൽ എന്താണ് C1 V1 എടുക്കാം, ഏതെങ്കിലും ഒരു വെക്റ്റർ എടുക്കാം. ഓക്കെ, BV2 പ്ലസ് CV3 ഈക്വൽ ടു 0 കൊടുക്കുകയെന്ന് വെച്ചാൽ നമുക്ക് എന്ത് വരും? ഇങ്ങനെ A ഇൻറ്റു ഫസ്റ്റ് വെക്റ്റർ 1 0 1 പ്ലസ് B ഇൻറ്റു സെക്കൻഡ് വെക്റ്റർ 0 1 1 പ്ലസ് C ഇൻറ്റു 1 1 0 ഈക്വൽ ടു 0 0 0. ഇപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ ആദ്യം പറയുന്നു, ഇത് നമുക്ക് എന്താണ് ലീനിയർ സിസ്റ്റം എന്തായിരിക്കും? A പ്ലസ് ഇങ്ങനെ ആയിരിക്കും വെക്റ്റർ ഉണ്ടാവുക. ആ വെക്റ്റേഴ്സിനെ കുത്തനെ എഴുതിയാൽ മതി. 1 0 1 ഇൻറ്റു 0 1 1 ഇൻറ്റു 1 1 0 ബാർ 0 0 0 ഇതായിരിക്കും A/B. ഓക്കെ, നമുക്കറിയാം ഇതിൻ്റെ റാങ്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? റാങ്ക് ഡിറ്റർമിനൻ്റ് ഇതാണെങ്കിൽ ഫുൾ റാങ്ക് ആണെന്ന് വെച്ചു. ഓക്കെ, ഡിറ്റർമിനൻ്റ് ഓഫ് A ഈക്വൽ ടു നമ്മളതിൻ്റെ ഡിറ്റർമിനൻ്റ് 1 0 1 0 1 1 1 1 0 ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് നമുക്ക് കിട്ടുന്നത്. അത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ -2 കിട്ടും. നോട്ട് ഈക്വൽ ടു 0. ഹെൻസ് എന്താണ്? ഹെൻസ് റാങ്ക് ഓഫ് A ഈക്വൽ ടു 3 കിട്ടും. ദാറ്റ് ഈസ് S ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. S ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് നോക്കുന്നത്, അപ്പോൾ ലീനിയർലി ഇൻഡിപെൻഡൻസ് ചെക്ക് ചെയ്തു. ഇനി സാധാരണ ഗതിയിൽ നമ്മൾ സ്പാനല്ലേ ചെക്ക് ചെയ്യുക.
അപ്പോൾ ഇവിടെ നമുക്കറിയാം എന്താണ് ഇതിൻ്റെ ഡയമെൻഷൻ എന്നുള്ളത് ആർ ക്യൂബിൻ്റെ ഡയമെൻഷൻ എന്നുള്ളത് 3 ആണ്. അപ്പോൾ അതുകൊണ്ട് അത് ഉപയോഗിച്ചിട്ട് നമുക്കിതിനെ ഇനിയിപ്പോൾ അതും കൂടി നോക്കിയാൽ മതി. അതായത് ഇതിൽ 3 ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്റ്റേഴ്സ് ഉണ്ട്. അത് മാത്രമല്ല ആർ ക്യൂബിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താ 3 ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് രണ്ടാമത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്യണ്ട, സ്പാൻ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണ്ട. അപ്പോൾ നമുക്ക് എഴുതിയാൽ മതി. നൗ we know that dimension of r cube equal to 3 and S contain 3 linearly independent vectors. Hence, by theorem, S is a basis of R cube. അതായത് ഇവിടെ ആർ ക്യൂബിന് 3 ആണ് ഡയമെൻഷൻ എന്നും അറിയാം, എസ്സിൽ 3 ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്റ്റേഴ്സ് ഉണ്ടെന്നും അറിയാം. അപ്പോൾ പിന്നെ നമ്മൾ എസ് സ്പാൻ ചെയ്യുമെന്ന് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഡയമെൻഷൻ്റെയും നമ്പർ ഓഫ് വെക്റ്റേഴ്സും സെയിം ആണ്, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നേരത്തെ തിയറം വെച്ചിട്ട് അത് സ്പാൻ ചെയ്യുകയും ചെയ്യും, അത് ഡയമെൻഷൻ ആവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ ഇനി നമുക്ക് 1-2 എക്സാമ്പിൾ എന്നുള്ളത് ഡയമെൻഷൻ്റെ റിഗാർഡിങ് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഡയമെൻഷൻ എങ്ങനെയാണ് നമുക്ക് കാണുക എന്നുള്ളത്, സബ് സ്പേസിൻ്റെ ഡയമെൻഷൻ എങ്ങനെയാണ്. അപ്പോൾ ആർ ക്യൂബിൻ്റെ ഡയമെൻഷൻ നമുക്ക് പറഞ്ഞു, അതുമാതിരി 2x2 മെട്രിക്സിൻ്റെ ഡയമെൻഷൻ നമ്മൾ പറഞ്ഞു 4 ആണ്. ആർ ക്യൂബിൻ്റെ ഡയമെൻഷൻ 3 ആണ്. 3x4 മെട്രിക്സിൻ്റെ ഡയമെൻഷൻ എന്നുള്ളത് 3 × 4 12 ആണ്. കാരണം 12 എലമെൻറ്റ്സ് ഉണ്ടാവും അതിനകത്ത്, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമുക്ക് വേറെ എന്താ പറയുക, കുറച്ച് സബ് സ്പേസിൻ്റെ ഡയമെൻഷൻ ഇങ്ങനെ നോക്കാം. അപ്പോൾ സബ് സ്പേസിൽ നമുക്കിതിൽ ചെയ്യേണ്ടത് എന്ത് ചെയ്താൽ മതി, ഇതിൽ ഈ ഫസ്റ്റ് കേസ് എടുക്കുന്നത് നോക്കാം. എയിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതിനെ സ്പാൻ ചെയ്യുന്ന ഒരു സെറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഇതിനെ നോക്കുകയാണ്. അപ്പോൾ എനിക്ക് വേണ്ട വെക്റ്ററുകളുടെ സ്വഭാവം എന്താ, ഞാൻ ആദ്യം രണ്ടാമത്തെ ചെയ്യണ്ടോ, ബി ആദ്യം ചെയ്യാണ്. ബി കുറച്ചുകൂടി എളുപ്പം ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ബിയിലുള്ളത് W = 2b ഇതാണ് ബിയിലുള്ള വെക്റ്റേഴ്സിൻ്റെ ഫോർമാറ്റ്. ഓക്കെ, അപ്പോൾ ആ ഫോർമാറ്റ് നമ്മൾ നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ ആ ഫോർമാറ്റിലുള്ള വെക്റ്റേഴ്സാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതായത് നമുക്ക് ആകെ അറിയാവുന്ന എന്താണ്, ഫസ്റ്റ് എലമെൻറ്റ് രണ്ടാമത്തെ എലമെൻറ്റിൻ്റെ പകുതി ആയിരിക്കണം, രണ്ടാമത്തെ കമ്പോണൻറ്റ് പകുതി. 2b എന്ന് പറയുന്നത് ഇപ്പോൾ അതിൽ വരുന്ന എലമെൻസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് കുറച്ച് എക്സാമ്പിൾസ് പറയുന്നത് രണ്ടാമത്തേൽ വരുന്നതിൻ്റെ എലമെൻസിൻ്റെ എന്ന് പറയുന്നത് 2 1 0 വരും. അതുമാതിരി തന്നെ 4 1 4 2 0 4 2 0 വരും. അതുമാതിരി തന്നെ 3/2 0 3/2ൻ്റെ ഇരട്ടിയാണ് ഇപ്പോഴത്തെ, അങ്ങനത്തെ എലമെൻറ്റ്സ് ഒക്കെയാണ് വരിക. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു എലമെൻറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി എങ്ങനെ എഴുതാൻ പറ്റും നോക്കാം. അപ്പോൾ ബി ഞാൻ ചെയ്യുന്നത് എത്രയേ ഉള്ളൂ, 2b 0 = ഞാൻ എഴുതുകയാണെങ്കിൽ എഴുതാണ്, നോക്കി നോക്കൂ, b × 2 1 0 ഇങ്ങനെ എഴുതിക്കൂടെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ രീതിയിലുള്ള ഏത് എലമെൻസിനെയും നേരത്തെ പറഞ്ഞ ഈ എലമെൻ്റ് ആയാലും ഈ എലമെൻ്റ് ആയാലും P2 1 0നെ ഏതെങ്കിലും ഒരു നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തൊക്കെ കിട്ടും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് 3/2 0 ഉണ്ടാക്കിയെടുക്കണം എന്ന് നോക്കാം. എനിക്ക് എന്ത് ചെയ്താൽ മതി, ഈ 2 1 0 എന്നുള്ള എലമെൻറ്റിനെ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ഇൻറ്റു 3/2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അതായത് ഈ ഏതെങ്കിലും ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള ഏത് എലമെൻറ്റിനെ ഉണ്ടാക്കിയെടുക്കാം. ദാറ്റ് മീൻസ് അതിൻ്റെ ബേസിസ് എന്തായിരിക്കും, ബേസിസ് = ഒരു ബേസിസ് 2 1 0 എന്നുള്ള ഒരു ബേസിസ് ആയിരിക്കും. കാരണം 2 1 0നെ ഏതെങ്കിലും നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ സെറ്റിലെ ഏത് എലമെൻറ്റും കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ എന്തായിരിക്കും, ബേസിസിലുള്ള എലമെൻസിൻ്റെ എണ്ണമാണ് ഡയമെൻഷൻ. സോ ഡയമെൻഷൻ ഓഫ് W = 1 ആയിരിക്കും. കാരണം ഇതിൽ ആകെ ഒരു എലമെൻറ്റേ ഉള്ളൂ, ബേസിസിൽ ആകെ ഒരു എലമെൻറ്റേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് 1 ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ഞാനിപ്പോൾ ഇതിൻ്റെ എ പാർട്ട് ചെയ്യാണ്. എ പാർട്ടിൽ നമുക്കറിയാം W = സെറ്റ് DC - DC DC. ഓക്കെ,
അപ്പോൾ ഇതിൽ നോക്കി നോക്കാം. ഇതിൽ ഞാനിപ്പോൾ അതേമാതിരി തന്നെ എനിക്കിതിലൊരു ബേസ് കണ്ടെത്തണം. അപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെയാണ് ആദ്യത്തെയും അവസാനത്തെയും കമ്പോണൻസ്, ഫസ്റ്റ് കമ്പോണൻറ്റും ലാസ്റ്റ് കമ്പോണൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കണം നടുക്കിലെ കമ്പോണൻറ്റ്. അതാണ് അതിൻ്റെ കണ്ടീഷൻ. അപ്പോൾ അതിലുള്ള ഈ ഫോമിലുള്ള എല്ലാ എലമെൻസിനെയും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിന് ചെയ്യാവുന്നൊരു ഇതെന്ന് പറയുന്നത് ഞാനൊരു സെറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ സെറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് കുറച്ചെണ്ണം ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, സെറ്റ് ക്രിയേറ്റ് ചെയ്യണം. ആദ്യം ഞാൻ ഡിക്ക് 1 കൊടുത്തു, സിക്ക് 0 കൊടുത്തു. അപ്പോൾ എന്ത് വരും? 1 - 1 സി, സോറി സി അല്ല, 1 - 1 0. അതുമാതിരി തന്നെ ഇനി സിക്ക് 1 കൊടുത്തു, ഡിക്ക് 0 കൊടുത്തു. 0 1 1. ഇനി നമുക്ക് നോക്കി നോക്കൂ, ഈ എലമെൻറ്റിനെ ഏത് ഫോമിൽ എഴുതാൻ പറ്റും? ഡി സി മൈനസ് ഡി സി ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റും? സി ഡി ഇൻറ്റു 1 - 1 0 പ്ലസ് സി ഇൻറ്റു 0 1 1 എന്നുള്ള ഫോമിൽ എഴുതിക്കൂടെ? നോക്കി നോക്കൂ, ഇത് സം ചെയ്യുകയാണെന്ന് വെച്ചാൽ എന്തായിരിക്കും? ഡി വരും ഫസ്റ്റ് എലമെൻറ്റ്, ഇത് സം ചെയ്യുകയാണെന്നുവെച്ചെങ്കിൽ. അപ്പോൾ ഈ രീതിയിൽ ഏത് ഫോമിനെയും നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ എസ് എന്നുള്ളത് എന്തായിരിക്കും? ഇതിൻ്റെ ഒരു ബേസിസ് ആയിരിക്കും. എസ് ഈസ് എ basis for W and dimension of W equal to 2. കാരണം ബേസിസിൽ 2 എലമെൻറ്റ്സ് ഉണ്ട്. ഇവിടെ 1 - 1 1 0 എന്ന് പറയുന്ന ഒരു എലമെൻറ്റ്, 0 - 1 ഇതൊരു എലമെൻറ്റ്, അങ്ങനെ 2 എലമെൻറ്റ്സ് ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് ഡയമെൻഷൻ 2 ആണ്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ക്രിയേറ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് നമ്മൾ നാച്ചുറലി ചെയ്യേണ്ടത്. ഞാനൊരു 2 എക്സാമ്പിൾ കൂടി ചെയ്യുന്നുണ്ട്. ഞാൻ ഏതോ ഒരു ക്ലാസ്സിൽ കുറച്ച് എക്സാമ്പിളുകൾ ചെയ്തിരുന്നു, എങ്കിലും ഞാൻ 1-2 എക്സാമ്പിൾ കൂടി ചെയ്യാം നിങ്ങൾക്ക് ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അതിലാദ്യം നമുക്കൊരു എക്സാമ്പിൾ കൂടി നോക്കുക. W ഈക്വൽ ടു സെറ്റ് A 2A - 3B A B belongs to R കൊടുത്തു നോക്കുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ലോജിക്ക് തന്നെയാണ്. എനിക്ക് നേരത്തെ പറഞ്ഞ മാതിരി ഒരു ബേസ് ഉണ്ടാക്കിയാണ്. ബേസ് ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പവഴി എന്താണ്? A ഈക്വൽ ടു 1 B ഈക്വൽ ടു 0 കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് വരും? എസ് ഒന്നാമത്തെ വെക്ടർ കിട്ടി. A ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ 1 2 0, B ഈക്വൽ ടു 0 ആണ് കൊടുക്കുന്നത്. രണ്ടാമത് B ഈക്വൽ ടു 1 A ഈക്വൽ ടു 0 കൊടുത്താൽ 0 - 3 1 B ഈക്വൽ ടു 1 കൊടുത്തല്ലോ, B കൊടുത്തു. ഇനി നമുക്ക് എഴുതി നോക്കൂ, ഈ എലമെൻറ്റ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2A - 3B B ഈക്വൽ ടു എഴുതാൻ പറ്റും എങ്ങനെ? A ഇൻറ്റു 1 2 0 പ്ലസ് B ഇൻറ്റു 0 - 3 1. അപ്പോൾ എന്ത് എഴുതാൻ പറ്റും? ഇത് ഒരു ബേസ് ആണ്, നമുക്ക് കിട്ടും. അപ്പോൾ ബേസ് ആണെങ്കിൽ നമുക്ക് എന്ത് വരും? ഡയമെൻഷൻ ഓഫ് നൗ S ഈസ് എ ബേസിസ് ആൻഡ് S ഈസ് എ ബേസിസ് ഹാവ് 2 elements. Therefore dimension of W equal to 2. ഇതാണ് അതിൻ്റെ ഒരു മെത്തേഡ്. അപ്പോൾ ഞാനിതിൽ വേറെ കാര്യം നിങ്ങൾ നോക്കിയാൽ അറിയാം. ഞാനിപ്പോൾ ആക്ച്വലി 2 വെക്ടർ ഉണ്ടെന്ന് മാത്രമല്ല ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്നും കൂടി ചെക്ക് ചെയ്യണം. അത് നിങ്ങൾ നോക്കിയാൽ അറിയാം, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വരും. ഇങ്ങനെ എഴുതുമ്പോൾ നമുക്ക് ഈ രീതിയിൽ, ഞാനിപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ എഴുതാൻ വെച്ചാൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വരും. നോക്കി നോക്കൂ, ഇതിൻ്റെ ഒന്നാമത്തേൻ്റെ മൾട്ടിപ്പിൾ അല്ല രണ്ടാമത്തത്, അത്രയേ ഉള്ളൂ. 2 വെക്ടേഴ്സുള്ള കേസിൽ ലീനിയർ ഇൻഡിപെൻഡൻസ് എന്നുള്ളതിന് ഇത്രയും മീൻ ചെയ്യുന്നുള്ളൂ. ഒന്നാമത്തെ വെക്ടറിൻ്റെ മൾട്ടിപ്പിൾ ആവാൻ പാടില്ല, രണ്ടാമത്തെ ഉള്ളൂ. ഇനി അടുത്തൊരു എക്സാമ്പിൾ കുറച്ചും കൂടി ഒരു ഇതുള്ളതാണ്. ഫൈൻഡ് ദ ഡയമെൻഷൻ ഓഫ് സബ് സ്പേസ്. അപ്പോൾ അതിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് വേണ്ട സിമ്മെട്രിക് മെട്രിക്സിൻ്റെ M22 സിമ്മെട്രിക് മെട്രിക്സ് എങ്ങനെ ആയിരിക്കണം നമുക്കറിയാം. സിമ്മെട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത് 2 1 1 0 ഒരു സിമ്മെട്രിക് ആണ്. അതേസമയം 2 3 4 1 ഈസ് നോട്ട് എ സിമ്മെട്രിക്. ഇത് സിമ്മെട്രിക് അല്ല, ഇത് സിമ്മെട്രിക് ആണ്. ഓക്കെ, അതായത് നമുക്ക് നോക്കിയാൽ അറിയാം ഈ എലമെൻറ്റും
ഈ എലമെൻറ്റും സെയിം ആയിരിക്കണം. ഈ ബാക്കിയുള്ള എലമെൻറ്റുകളെല്ലാം ഡിഫറെൻ്റ് ആവും. അപ്പോൾ നമുക്ക് സെറ്റ് ഓഫ് ആൾ സിമെട്രിക് മെട്രിക്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദെർഫോർ സെറ്റ് ഓഫ് ആൾ സിമെട്രിക് മെട്രിക്സസ് set of all symmetric matrices W equal to 2 by 2 symmetric 2 by 2 ഉണ്ടോ? 2 by 2 2 by 2 മെട്രിക്സിൻ്റെ ആണ് M22 എന്ന് പറയുന്നത്. M22 എന്ന് പറയുന്നത് 2 by 2 മെട്രിക്സിൻ്റെ കളക്ഷനാണ്. അതിൽ സിമെട്രിക് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കറിയാം ഈ എലമെൻ്റ് എന്തോ ആവാം. ഓക്കെ, ഈ എലമെൻ്റ് ഒരു പ്രത്യേകത ഉണ്ട്, ഇത് രണ്ടും സെയിം ആവണം എങ്കിലേ സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നിൻ്റെ ട്രാൻസ്ഫോം തന്നെ ആവണം ആ മെട്രിക്സ്. എ എന്നുള്ള മെട്രിക്സ് സിമെട്രിക് ആണെങ്കിൽ എ ഈക്വൽ ടു എ ട്രാൻസ്പോസ് ആവണം. അപ്പോൾ ഇതിൽ ഇവിടെയും എന്തോ ആവും. അപ്പോൾ അങ്ങനെ എ ബി സി ബിലോങ്സ് ടു ആർ, ഇതാണ് നമ്മുടെ ഇത്. ഇനി നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നമുക്കൊരു ബേസ് എഴുതാം. ബേസിസ് എ ബേസിസ് എസ് ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്യുന്നു, എക്ക് 1 കൊടുക്കുന്നു, സെറ്റാണ് കേട്ടോ. ഒന്നാമത്തെ മെട്രിക്സ് എന്ന് പറയുന്നത് എക്ക് 1 കൊടുക്കുന്നു, ബാക്കി രണ്ടെണ്ണത്തിനും 0. ഓക്കെ, രണ്ടാമത് ബിക്ക് 1 കൊടുക്കുന്നു, ബാക്കി രണ്ടെണ്ണം 0. സോറി, ബിക്ക് 1 കൊടുക്കുമ്പോൾ ഇവിടെ കൂടി 1 വരണം. മൂന്നാമത് സിക്ക് 1 കൊടുക്കുന്നു, ബാക്കി രണ്ടെണ്ണം 0. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേരത്തെ പറഞ്ഞ മാതിരി ഏത് വെക്ടറിനെയും ഞാൻ എ ബി സി ഡി എ ബി ബി സി ഈക്വൽ ടു എ ഇൻറ്റു എ ഇൻറ്റു 1 0 0 0 പ്ലസ് ബി ഇൻറ്റു 0 1 1 0 പ്ലസ് സി ഇൻറ്റു 0 0 0 1 എന്നുള്ള രൂപത്തിൽ എഴുതാം. ദെർഫോർ എന്താണ്, എസ് ഈസ് എ ബേസിസ്. എസ് ഈസ് ആൾസോ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. എസ് ഈസ് ആൾസോ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ബേസിസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണമെങ്കിൽ നിങ്ങൾ അതിൻ്റെ എന്ത് ചെയ്താൽ മതി, അതിൻ്റെ ഡിറ്റർമിനൻറ്റ് ചെക്ക് ചെയ്താൽ മതി. ഡിറ്റർമിനൻറ്റ് ചെക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, 1 0 0 0 എന്നുള്ള ഒന്നാമത്തത്, പിന്നെ 0 1 1 0 എന്നുള്ളത് രണ്ടാമത്തത്, അങ്ങനെ ഓർഡറിൽ എഴുതിയിട്ട് മൂന്നും വെർട്ടിക്കലായിട്ട് എഴുതിയിട്ട് ചെക്ക് ചെയ്യുക. എസ് ഈസ് എ ബേസിസ്. ദെർഫോർ ഡയമെൻഷൻ ഓഫ് W ഈക്വൽ ടു 3. നമുക്കറിയാം ഇതിൽ 3 വെക്റ്റേഴ്സ് ഉണ്ട്. ഈ ബേസിസിൽ എസ്സിൽ 3 വെക്റ്റേഴ്സ് ഉണ്ട്. 1 2 3. ഈ 3 വെക്റ്റേഴ്സ് ഉപയോഗിച്ച് ഇത് സ്പാൻ ചെയ്യാൻ പറ്റും. രണ്ടാമതായി ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, അത് സ്പാൻ ചെയ്യുന്നുണ്ട് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു വഴി. ഓക്കെ, ഇനി അടുത്തത് ഒരു തിയറാണ്, യുണീക്ക്നെസ് ഓഫ് ബേസിസ് റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഇതിൽ പറയുന്നതാണ്, ബേസിസിലെ എലമെൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു വെക്റ്ററിനെ ഒരൊറ്റ തരത്തിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു 1 2 1 എന്നുള്ളൊരു വെക്റ്ററിനെ ഇപ്പോൾ V1 V2 V3 എന്നുള്ളതിൻ്റെ പേരിൽ റെപ്രസെൻറ്റ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം 3V1 + 2V2 + 5V1 എന്ന് വെച്ചിട്ടുണ്ട്, V3 എന്ന് വെച്ചിട്ടുണ്ട് റെപ്രസെൻറ്റേഷൻ നോക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ആ രീതിയിൽ മാത്രമേ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ഒരു 2V1 5V2 1V2 അങ്ങനെ വേറൊരു റെപ്രസെൻറ്റേഷൻ പോസിബിൾ അല്ല. അതാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൂഫ് നമുക്ക് നോക്കി നോക്കാം. പ്രൂഫ്, ലെറ്റ് V ബിലോങ്സ് ടു V ക്യാൻ ബി, V വേണ്ട, നമുക്ക് U എടുക്കാം, കാരണം എല്ലായിടത്തും ഈ V ആയിക്കഴിഞ്ഞാൽ ശരിയാവില്ല. അയ്യോ സോറി, U ബിലോങ്സ് ടു V. നമുക്ക് 2 റെപ്രസെൻറ്റേഷൻ ഹാസ് 2 representations. സേ നമ്മൾ 2 റെപ്രസെൻറ്റേഷൻസ് എഴുതാണ്. ഒന്നാമത്തെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് U ഈക്വൽ ടു എന്താണ്, A1 V1 + A2 V2. ഈ സെറ്റിലെ എലമെൻറ്റ്സ് ആണല്ലോ. S ഈക്വൽ ടു V1 V2 എക്സെട്ര Vnത്തെ എലമെൻറ്റ്സ്. Vn ആണോ VK ആണോ, സോറി ഞാൻ അതിൻ്റെ മേലെ കൂടെ എഴുതി. Vn V2 + എക്സെട്ര AN
വി എൻ. ഓക്കെ, ഇതേ വെക്ടറിനെ തന്നെ ഞാൻ വേറെ തരത്തിൽ എഴുതാൻ പറ്റും നോക്കാം. എന്നിട്ട് ഇതിനെ നമ്മൾ ഒരു ഒന്നാമത്തെ ഇക്വേഷനായിട്ട് എഴുതി. ഓക്കെ, ഇനി രണ്ടാമത്തെ ഇതേ വെക്ടറിനെ തന്നെ യു ഈക്വൽ ടു നമ്മൾ B1 V1 പ്ലസ് B2 V2 പ്ലസ് എക്സെട്ര പ്ലസ് BN VN എന്നുള്ളതിനെ രണ്ടാമത്തെ വെക്ടറായിട്ട് എടുത്തു നോക്കുക. ഇനി നമ്മളൊരു കാര്യം ചെയ്യുന്നു, 2 - 1 ചെയ്യുന്നു. 2 - 1 ഇംപ്ലൈസ് എന്തായിരിക്കും? U - U 0 ആയിരിക്കും. 0 B1 ഫസ്റ്റ് ഇത് രണ്ടാമത്തെ ഇത് ചെയ്യുമ്പോൾ B1 - A1 ഇൻറ്റു V1 പ്ലസ് B2 - V2 ഇൻറ്റു B2 - A2. B2 - A2 ഇൻറ്റു V2 എക്സെട്ര BN - AN ഇൻറ്റു VN ഈക്വൽ ടു 0. കാരണം U - U 0 ആയിരിക്കും. ഇത് നമ്മൾ കമ്പോണൻറ്റ് വൈസ് ഇങ്ങനെ മൈനസ് ചെയ്യാണ്. A1 - ഇത് രണ്ടും നമ്മൾ കമ്പയർ ചെയ്യുന്നു. A1 - ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുന്നു, മൈനസ് ചെയ്യുന്നു, ഇത് മൈനസ് ചെയ്യുന്നു, അങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ ഇനി ഇത് നോക്കി നോക്കും, നമുക്കറിയാം എന്താണ്. ഇനിയിപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രൂവ് ചെയ്യാണ് എന്ത്, ഇങ്ങനെ ഒരു റെപ്രസെൻറ്റേഷൻ വെച്ചെങ്കിൽ B1 = A1 ആണെന്നുള്ളത്. നമുക്കറിയാം V1 V2 എക്സെട്ര VN എന്നുള്ളത് എന്താണ്, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. നൗ ഏതാണ് സെറ്റ് നോട്ടെ, S ഈസ് എ ബേസിസ്. നൗ ഗിവൺ ദാറ്റ് S ഈസ് എ ബേസിസ്, ഹെൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു α1 V1 പ്ലസ് α2 V2 എക്സെട്ര α1 VN ഈക്വൽ ടു 0 ഇംപ്ലൈസ് ഹെൻസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ബേസിസ്, ഹെൻസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. നൗ α1 V1 α2 V2 എക്സെട്ര αn VN എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, α1 ഈക്വൽ ടു α2 എക്സെട്ര ഈക്വൽ ടു αn ഈക്വൽ ടു 0. ദെർഫോർ നമുക്ക് എഴുതാൻ പറ്റും എന്ത്, B1 - A1 ഈക്വൽ ടു 0, B2 - A2 ഈക്വൽ ടു 0 എക്സെട്ര BN - AN ഈക്വൽ ടു 0. കാരണം നമുക്കറിയാം ഈ V1 V2 എക്സെട്ര VN എന്നുള്ളത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് α1 ആയിട്ട് എടുത്ത് നോക്കാം. നമുക്ക് α1 α2 അങ്ങനെ എടുത്ത് നോക്കാം. ഇങ്ങനെ 0 ആയിട്ട് 0 വെക്ടറിനെ V1 V2 എക്സെട്ര VNൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റും എന്നുള്ളതിൻ്റെ മീനിങ് എന്തായിരിക്കും, α1 α2 എല്ലാം 0 ആയിരിക്കും. ദാറ്റ് മീൻസ് B1 - A1 0 ആയിരിക്കും, B2 - A2 0 ആയിരിക്കും, BN - AN 0 ആയിരിക്കും. ദാറ്റ് ഇംപ്ലൈസ് എന്തായിരിക്കും, A1 ഈക്വൽ ടു B1, A2 ഈക്വൽ ടു B2 എക്സെട്ര AN ഈക്വൽ ടു BN. ദാറ്റ് ഈസ് 2 റെപ്രസെൻറ്റേഷൻ. ഇവിടെ പറഞ്ഞിട്ടുള്ള 2 റെപ്രസെൻറ്റേഷനിലും എന്തായിരിക്കും, ഈ A1 തന്നെ ആയിരിക്കും ഈ B1, ഈ A2 തന്നെ ആയിരിക്കും ഈ B2, എല്ലാം സെയിം തന്നെ ആയിരിക്കും. ദാറ്റ് ഈസ് ബോത്ത് റെപ്രസെൻറ്റേഷൻസ് ആർ സെയിം. ദാറ്റ് ഈസ് ബോത്ത് റെപ്രസെൻറ്റേഷൻസ് ആർ സെയിം എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് അതിൻ്റെ ഒരു ഇത്. ഇന്നിപ്പോൾ ഇത്രയും മതി. ഞാൻ അടുത്ത ദിവസം ബാക്കി എടുക്കാം. ഇതൊന്ന് വിശദമായിട്ട് ഇതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കാം. ഞാൻ എൻ്റെ ഈ രീതിയിലുള്ള പ്രോബ്ലംസും ചെയ്ത് നോക്കാം. ഓക്കെ, ഇന്നത് മതി. അടുത്ത ദിവസം ബാക്കി.